ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അഷ്ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. പാർട്ടി വെയർ ആണ്. അപ്പം നമുക്കത് ഈ ഒരു ബീഡ്സ് മാത്രം മതി. നിങ്ങളുടെ കയ്യിലുള്ള ആൻറ്റി കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ പാറ്റേൺ ഒന്നും വരയ്ക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ഹാഫ് കോളർ കുർത്തിയാണ്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്, പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട് സൈഡിലേക്കും അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. നമുക്കിനി അതിനകത്തുള്ള വർക്കുകൾ എങ്ങനെയാണ്, ഏത് മോഡലിലാണ് വരുന്നതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിക്ചർ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പാറ്റേൺ വരച്ച് കാണിച്ചാൽ പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ ഇവിടെ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ആം ഹോളാണ് കേട്ടോ. ഷോൾഡർ ടു ആം ഹോളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ഡിസൈൻ പോകുന്നത്. മനസ്സിലായല്ലോ? പിക്ചർ നിങ്ങൾ മൈൻഡിൽ വെച്ചോണേ. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഈ ഒരു ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പാനി സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതേപോലെ കുറച്ച് വളച്ച് കർവ് ഷേപ്പിൽ ഇങ്ങനെ വളച്ച് എന്താ പറയുക, ആ ഒരു നം ഹോൾ വരെയുള്ള ആ ഒരു ഭാഗം വരെ നമ്മളിത് ഇതേപോലെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ബീഡ്സ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിയിലല്ലാതെ നിങ്ങൾക്ക് വെറുതെ കട്ട് ബീഡ്സ് അടിക്കടിക്ക് നമ്മൾ സാധാരണ നോർമൽ കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് പോവില്ലേ, അതേപോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ഡിസൈൻ അത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിവിടെ നോർമൽ നീഡിലാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മൾ ആരി നീഡിലല്ല നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരി നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. അല്ലാത്തവർ നോർമൽ നീഡിൽ തന്നെ നമുക്ക് ഈ ഒരു പാനി സ്റ്റിച്ചൊക്കെ നമുക്ക് ബീഡ്സ് വർക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതേപോലെ നമ്മളങ്ങ് ചെയ്തും കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അവിടെ ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അങ്ങ് ബീഡ്സ് എടുക്കുക. അപ്പോൾ ത്രെഡ് എടുത്തിട്ട് ഓരോ കട്ട് ബീഡ്സ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു നമ്മൾ ലൈൻസൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈൻസ് ഉള്ള ഭാഗത്തൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രയാസവും ഇല്ല, വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്, കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ഒരു നെക്ക് ഇഷ്ടമുള്ള ഹാഫ് കോളർ നെക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഹാഫ് കോളർ വേണ്ട, നിങ്ങൾക്ക് റൗണ്ട് നെക്കിൽ തന്നെ മതിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. റൗണ്ട് നെക്കിൽ ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ ടു ആം ഹോൾ വരെയുള്ള ആ ഒരു ഏകദേശം അളവ് നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് വരച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സാധാരണ നമ്മൾ കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് അടുപ്പിച്ച് അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്ത് അങ്ങോട്ട് പോയാലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതല്ലാതെ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വർക്കൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ കണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം എല്ലാവർക്കും ഡിസൈനിങ് ഒക്കെ പഠിക്കണ്ടേ, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടേ, ഈ വർക്കുകളൊക്കെ ഒന്ന് ചെയ്യുമ്പോഴും ഒന്ന് ചെയ്തൊക്കെ ഒന്ന് നോക്കണം. ഒന്ന് വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ വർക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ പോലും ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് അച്ചൂസ് ഡിസൈൻ എന്നും പറഞ്ഞൊരു മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, ഡിസൈനിങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ അതും അറിയാൻ വയ്യാത്തവർ ഒന്ന് പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്ര എളുപ്പമാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേ അല്ലേ. നമുക്ക് ഇതേപോലെ ആ ലൈൻസിൽ കൂടെ അങ്ങനെ പോയാൽ മതി. പിന്നെ നമ്മൾ ലൈൻസൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ആ ഗ്യാപ്പുള്ള ഭാഗത്ത് 1-2 ബീഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് ആ തിക്നെസ് നമുക്ക് തോന്നിക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തുമില്ല. മനസ്സിലായോ? അപ്പോൾ അതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പം നമ്മൾ കണ്ട ചെറിയ ചെറിയ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ബീഡ്സ് ഒന്ന് ലോക്കിട്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്തും ബാക്കിയുള്ള ഭാഗത്തും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ സ്ലീവിലും ഉണ്ട് വർക്ക്, സ്ലീവിലും കുറച്ച് ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്